ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലുള്ള സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഐലൻഡിലേക്കാണ്. ഇവിടെ വരുമ്പോൾ ആദ്യമേ നമ്മൾ ടിക്കറ്റ് എടുക്കണം, ബോട്ടിനുള്ള ടിക്കറ്റ് എടുക്കണം. അത് കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല, മുതിർന്നവർക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ അതിനുശേഷം നമ്മൾ നേരെ ഞങ്ങൾ പോയത് സ്പീഡ് ബോട്ടിലാണ്. ഇവിടെ സിംഗാര ബോട്ടും ഉണ്ട്, സ്പീഡ് ബോട്ടും ഉണ്ട്. അപ്പോൾ ആളിൻ്റെ അനുസരിച്ചാണ് അവർ ബോട്ടിൽ കയറ്റുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. ഞങ്ങളങ്ങനെ ഫ്രണ്ട് സീറ്റിൽ കയറിയിട്ട് ജാക്കറ്റൊക്കെ ഇട്ട് സേഫ്റ്റി എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോകുന്നതിനായിട്ടുള്ള യാത്രയാണ്. അതിമനോഹരമായിട്ടുള്ള യാത്രയാണ്. വലിയ ആഴം കൂടിയ കായലാണിത്. പക്ഷേ നമ്മൾ പോകാനുള്ള സാമ്പ്രാണിക്കൊടി എന്ന ഐലൻഡ് നമുക്ക് കാണുന്നതാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരാൾക്ക്, എൻ്റെ കൊച്ചു മോളിൽ അവൾക്ക് ഇറങ്ങി നിൽക്കുന്നതിന് മാത്രമുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളവിടെ നേരെ ചെല്ലുമ്പോൾ അതിൻ്റെ കരയിലുള്ള അവിടെ ബോട്ടിലിറങ്ങി നിൽക്കാനുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ അവിടെ കുറേ ചെറു വള്ളങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അവിടെ 5 മണിക്കൂറല്ല 5 കിലോമീറ്റർ ഈ വള്ളത്തിൽ നമ്മൾ ഈ അവിടെയൊക്കെ കായലിലൊക്കെ ചുറ്റും കണ്ട് നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു സർവീസ് അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആൾക്ക് 100 രൂപയാണ്. നമ്മൾ ആ ഒരു സർവീസ് നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മളിങ്ങനെ ഈ വള്ളത്തിൽ നല്ല സേഫ്റ്റിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ സേഫ്റ്റി ഒന്നുമില്ല, ഇങ്ങനെ കുട്ടികളെ കൊണ്ടിരിക്കുന്നതിന് എന്തെങ്കിലും അൺസേഫ് ആണോ എന്ന് വിചാരിക്കും. പക്ഷേ ഒന്നുമില്ല, അടിപൊളിയാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കഴിക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ വള്ളത്തിൽ എല്ലാത്തിലും ചേച്ചി നിൽക്കുന്നതാണ്. അത്രേ ആഴമുള്ളൂ. അവിടെയൊക്കെ നമ്മളീ പോകുന്നത് കണ്ടൽക്കാടുകൾ കണ്ടുകൊണ്ട് 5 കിലോമീറ്ററോളം വള്ളത്തിൽ ഇങ്ങനെ സുഖയാത്ര ഒക്കെ ഇങ്ങനെ പോകുന്നൊരു ഇതാണ്. എൻ്റെ കുട്ടികൾ വളരെ ആസ്വദിച്ചു. നല്ല അതിമനോഹരമായിട്ടുള്ള യാത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ റീൽസിലും വ്ളോഗിലും ഒക്കെ നമ്മൾ കണ്ടിട്ട് ആഗ്രഹിച്ച് പോയ ഒരു യാത്രയാണത്. ഈ യാത്ര ഒരുപാട് ആസ്വദിക്കാൻ നമുക്ക് പറ്റി. നീലല്ല പച്ചവെള്ളം, ആ പച്ചവെള്ളത്തിൽ ഇങ്ങനെ നമ്മുടെ വള്ളം ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും വലിയ ആഴമുണ്ടെന്ന്. ഒരിക്കലും ആഴമില്ല. നമ്മൾ മുട്ടിന് താഴെയുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ഇത് ഈ ഗ്രാമപ്രദേശങ്ങൾ കൂടി ഇങ്ങനെ ഗ്രാമവും ഉള്ളേറിയ വഴി, അതായത് കായലിൻ്റെ ആ ഗ്രാമത്തിലെ ഉള്ളേറിയയിൽ കൂടി കണ്ടൽക്കാടുകൾ വഴി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന യാത്രയാണ്. വളരെ ആസ്വദിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുട്ടികൾക്കൊക്കെ ആയാലും ആർക്കായാലും എല്ലാ ഫാമിലിയോടെ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ ഈ നമ്മുടെ കേരളത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള യാത്ര. സൂപ്പർ യാത്രയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു യാത്രയാണ്. അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ട് കിളികളെയും അതുപോലെ തന്നെ കായലിൻ്റെ ഈ മനോഹരമായിട്ടുള്ള ഈ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് മനോഹരമാണ്. നമ്മുടെ ഈ വള്ളത്തിൽ യാത്ര ചെയ്യുന്നതിന് ഒരാൾക്ക് 100 രൂപയാണ് ചാർജ്. കുട്ടികൾക്ക് ഇവിടെ ചാർജ്. അപ്പോൾ നമുക്ക് മുതിർന്ന രൂപയാണ് ഇവർ ചാർജ് ആക്കുന്നത്. ഞങ്ങൾ 2 പേർക്ക് 200 രൂപയായുള്ളൂ. ഈ ഒരു 5 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുന്നതിന് 200 രൂപയായുള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ല ലാഭമായിരുന്നു, ഒരു കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ കണ്ടൽക്കാടിനെ അടുത്തറിഞ്ഞുകൊണ്ട് അതിൻ്റെ തണുപ്പും അതിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ പച്ചപ്പൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നതിന് ഭാഗ്യമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നീർക്കാക്കയും ഒക്കെ കണ്ടുകൊണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണിത് കേട്ടോ. ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫാമിലിയായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് ചെല്ലുമ്പോൾ ഈ കണ്ടൽക്കാടിൻ്റെ നടുക്കൂടെ, അതായത് 2 സൈഡിൽ കണ്ടൽക്കാട്, ഈ ആർച്ച് പോലെ കണ്ടൽക്കാട് വന്നിട്ട് അതിൻ്റെ നടുക്കൂടെ ഈ വള്ളത്തിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയി അവിടെ കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് നമ്മളോട് പറയും ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് പറയും. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫാമിലിയായിട്ട് കുറേ സെൽഫിയും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ ഇവിടെയാണ് അതിൻ്റെ ഒരു റൗണ്ട് അബൌട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഒന്ന് തിരിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് തന്നെ തിരിച്ച് നമ്മൾ എവിടെയാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. നമുക്കപ്പോൾ തിരിച്ചു പോകുന്ന സ്ഥലത്ത് വന്ന വഴിയൂടെയല്ല, വേറെ വഴി കൂടെയാണ് ഈ വെള്ളം പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കെല്ലാം ഒരേ രീതിയിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത്
കൊച്ചുകുട്ടികൾ ഇറങ്ങി നിന്നാൽ പോലും മുങ്ങിപ്പോകാത്ത രീതിയിൽ നല്ല ഉറപ്പുള്ള മണ്ണുള്ള നല്ല സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ കുഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ വെള്ളമൊക്കെ എടുക്കുമ്പോൾ പേടിക്കും. അതായത് കാണുന്നവർ വിചാരിക്കും ഇത്രയും വെള്ളത്തിന് നടുക്കൂടെ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വെള്ളത്തിൽ തുടിക്കുന്നത് ഒരു ഡേഞ്ചറല്ലെന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നും ഡേഞ്ചറൊന്നുമല്ല, ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആ വെള്ളം തുഴയുന്ന ആ ചേട്ടൻ തന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, അത് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിനെ താഴെ വീണെന്ന് പറഞ്ഞാലും കുഞ്ഞ് മുങ്ങത്തില്ല, നമുക്ക് ഇറങ്ങി നിൽക്കാമെന്നുള്ളതേ ഉള്ളൂ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് വെള്ളം തൊടിച്ചതൊക്കെ കേട്ടോ. അതുകൊണ്ട് ഒരുപാട് സേഫ്റ്റി ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന അതിൻ്റെ അടുത്തേക്ക് അടുക്കുകയാണ്. അപ്പോൾ ദൂരെ കാണുന്നത് സാമ്പ്രാണിക്കൊടിയാണ്. ഞങ്ങളിതാ ഇപ്പോൾ വെള്ളത്തിൻ്റെ അവിടത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അത് നോക്കുമ്പോൾ അറിയാം, എൻ്റെ കുഞ്ഞിൻ്റെ മുട്ടിൻ്റെ അത്രേ ഉള്ളൂ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര ഡേഞ്ചറൊന്നുമല്ല. പിന്നെ നടക്കുന്നതിനും അവിടെ വലിയ തണുപ്പൊന്നുമില്ല, വെള്ളത്തിലിറങ്ങി നിന്നാലൊന്നും അത്ര തണുപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഈ ഉച്ചയൊക്കെ ആയപ്പോൾ വന്നതുകൊണ്ടായിരിക്കും. പിന്നെ അവിടുത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെ ഉള്ളൂ. അതിന് മുമ്പ് ഈ ഒരു സമയത്തിൽ ആണ് അവിടെ വരുന്നത് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരെയും ഇങ്ങോട്ട് കയറ്റി വിടില്ല. ബോട്ട് സർവീസ് എല്ലാം നിർത്തി വയ്ക്കും. കറക്റ്റ് 4:30 അവർ ക്ലോസ് ചെയ്യും. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം 5 മണി വരെ, അതിൽ കൂടെ അവർ ആളിനെ കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഇവിടെ ഇന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നതിനും കൊച്ചുകുട്ടികളെ ആയിട്ട് കളിക്കുന്നതിനും ഒക്കെ അവർക്ക് ഒത്തിരി സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഒരുപാട് കച്ചവടക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വേറൊരു പ്രത്യേകത. അവിടെ ചായ കിട്ടും. ആ കായലിൽ നടുക്ക് തന്നെ ചായ കിട്ടും, ജ്യൂസ്, പഴംപൊരി, ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കുറേ ഐറ്റംസ് കിട്ടും, കരിക്ക് കിട്ടും, ഐസ്ക്രീം കിട്ടും, അങ്ങനെ എല്ലാ സാധനവും അവിടെ കിട്ടും. അപ്പോൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കുകയില്ല. ഒരുപാട് കച്ചവടക്കാരുള്ള ഒരു സ്ഥലമാണിത്. അപ്പം ഫാമിലിയായിട്ട് വന്ന് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.